അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഒരു മലയാളിയാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് ലക്ഷങ്ങൾ ടാക്സ് ഇല്ലാതെ മാറ്റിവെക്കാൻ സഹായിക്കുന്ന 401(k) പ്ലാനും IRA അക്കൗണ്ടും എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അമേരിക്കയിലെ ഭൂരിഭാഗം ആളുകളും തങ്ങളുടെ 401(k)യിൽ നിന്ന് ഉള്ളതിനേക്കാൾ ഇരട്ടി തുക സൂക്ഷിക്കുന്നത് IRA അക്കൗണ്ടുകളിലാണ്. എന്താണ് ഇതിന്റെ രഹസ്യം? നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് 401(k) ആണോ അതോ IRA ആണോ? ജോലി മാറുമ്പോഴും നാട്ടിലേക്ക് മടങ്ങുമ്പോഴും ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ ഈ പണം എങ്ങനെ കൈകാര്യം ചെയ്യാം? കമ്മീഷൻ ഏജന്റുമാരുടെ കെണിയിൽ വീഴാതെ നിങ്ങളുടെ പണം സുരക്ഷിതമാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ആദ്യമായി ഈ രണ്ട് അക്കൗണ്ടുകളും എന്താണെന്ന് മനസ്സിലാക്കാം. അമേരിക്കയിൽ ജോലി ചെയ്യുന്നവർക്ക് തങ്ങളുടെ റിട്ടയർമെന്റ് കാലത്തേക്കും പണം സമ്പാദിക്കാൻ സർക്കാർ അനുവദിച്ചിട്ടുള്ള ഒരു മികച്ച വ്യക്തിഗത നിക്ഷേപ അക്കൗണ്ടാണ് ഇൻഡിവിജ്വൽ റിട്ടയർമെന്റ് അക്കൗണ്ട് അഥവാ IRA. നമ്മുടെ നാട്ടിലെ PPF അല്ലെങ്കിൽ NPS എന്നിവ പോലുള്ള അക്കൗണ്ടാണിത്. IRAയുടെ പ്രധാന സവിശേഷത എന്താണെന്നാൽ ഒരു ബാങ്കിലോ ഫിഡലിറ്റി, വാൻഗാർഡ് പോലുള്ള ഇൻവെസ്റ്റ്മെന്റ് കമ്പനികളിലോ നിങ്ങൾക്കിത് സ്വന്തമായി ആരംഭിക്കാം എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായും ട്രഡീഷണൽ IRA, റോത്ത് IRA എന്നിങ്ങനെ രണ്ട് തരം അക്കൗണ്ടുകളാണ് ഉള്ളത്. ട്രഡീഷണൽ IRAയിൽ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് തുടക്കത്തിൽ നികുതി നൽകേണ്ടതില്ല എങ്കിലും റിട്ടയർമെന്റ് കാലത്ത് പണം പിൻവലിക്കുമ്പോൾ ടാക്സ് നൽകണം. എന്നാൽ റോത്ത് IRAയിൽ നികുതി അടച്ച ശേഷമുള്ള പണമാണ് നിക്ഷേപിക്കുന്നത്. അതിനാൽ പിന്നീട് പിൻവലിക്കുമ്പോൾ ലാഭം ഉൾപ്പെടെയുള്ള തുകയ്ക്ക് പൂർണ്ണമായും ടാക്സ് ഇളവ് ലഭിക്കും. നമ്മൾ ഇതിലേക്ക് ഇടുന്ന പണം വെറുതെ കിടക്കുകയല്ല, മറിച്ച് സ്റ്റോക്കുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, ETF എന്നിവയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കാലക്രമേണ വളരുകയാണ് ചെയ്യുന്നത്. എങ്കിലും 59.5 വയസ്സിന് മുൻപ് പണം പിൻവലിച്ചാൽ 10% പെനാൽറ്റിയും ടാക്സും നൽകേണ്ടി വരും എന്ന നിബന്ധനയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. 401(k) എന്താണെന്ന് നോക്കാം. അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് തങ്ങളുടെ റിട്ടയർമെന്റ് കാലത്തെ സാമ്പത്തിക ഭദ്രതയ്ക്കായി സർക്കാർ കമ്പനികൾ വഴി നൽകുന്ന ഒരു മികച്ച തൊഴിലധിഷ്ഠിത നിക്ഷേപ പദ്ധതിയാണ് 401(k). അമേരിക്കൻ നികുതി നിയമ പുസ്തകത്തിലെ അഥവാ US ഇന്റേണൽ റവന്യൂ കോഡ് പ്രകാരം ഒരു പ്രത്യേക വകുപ്പിന്റെ നമ്പറാണ് 401(k) എന്നത്. 1978 നിലവിൽ വന്ന ഈ നിയമത്തിലെ സെക്ഷൻ 401 കമ്പനികളുടെ റിട്ടയർമെന്റ് പദ്ധതികളെക്കുറിച്ചും അതിന്റെ കീഴിലുള്ള ഉപവകുപ്പായ സബ്സെക്ഷൻ Kയിൽ ജീവനക്കാർക്ക് ശമ്പളത്തിൽ നിന്ന് ടാക്സ് ഇല്ലാതെ ഭാവിയിലേക്ക് പണം മാറ്റിവെക്കാമെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഈ നിയമവകുപ്പിന്റെ പേര് അതേപടി പദ്ധതിക്ക് നൽകിയതുകൊണ്ടാണ് ഇതിനെ 401(k) പ്ലാൻ എന്ന് വിളിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിയമത്തിലെ നമ്പറുകൾ വെച്ച് സെക്ഷൻ 420 എന്നൊക്കെ വിളിക്കുന്നത് പോലെയാണിത്. നമ്മുടെ നാട്ടിലെ EPF പോലെ പ്രവർത്തിക്കുന്ന ഈ പദ്ധതിയിലേക്ക് ഓരോ മാസവും ശമ്പളം ബാങ്ക് അക്കൗണ്ടിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഒരു നിശ്ചിത ശതമാനം തുക ജീവനക്കാർക്ക് മാറ്റിവെക്കാവുന്നതാണ്. ഇതിന്റെ ഏറ്റവും വലിയ ആകർഷണം നമ്മൾ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് തുല്യമായോ അല്ലെങ്കിൽ ഒരു നിശ്ചിത ശതമാനമോ കമ്പനിയും അവരുടെ വകയായി നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുതരുന്നു. ഇതിൽ പ്രധാനമായും ട്രഡീഷണൽ 401(k), റോത്ത് 401(k) എന്നിങ്ങനെ രണ്ട് തരം പ്ലാനുകളുണ്ട്. ട്രഡീഷണൽ പ്ലാനിൽ ടാക്സ് അടയ്ക്കുന്നതിന് മുൻപുള്ള ശമ്പളത്തിൽ നിന്നും പണം മാറ്റിവെക്കുന്നതിനാൽ നിലവിലെ ടാക്സ് ബാധ്യത കുറയുകയും പിന്നീട് റിട്ടയർമെന്റ് കാലത്ത് പണം പിൻവലിക്കുമ്പോൾ മാത്രം ടാക്സ് നൽകിയാൽ മതിയെന്ന സൗകര്യവുമുണ്ട്. എന്നാൽ റോത്ത് പ്ലാനിൽ ടാക്സ് അടച്ച ശേഷമുള്ള പണമാണ് നിക്ഷേപിക്കുന്നത്. അതിനാൽ തന്നെ ഭാവിയിൽ പണം പിൻവലിക്കുമ്പോൾ യാതൊരുവിധ നികുതിയും നൽകേണ്ടതില്ല. ഈ അക്കൗണ്ടിലെത്തുന്ന തുക കമ്പനി നിർദ്ദേശിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളിലോ സ്റ്റോക്കുകളിലോ ഇൻവെസ്റ്റ് ചെയ്ത് കോമ്പൗണ്ടിംഗ് വഴി വലിയൊരു തുകയായി വളരുകയാണ് ചെയ്യുന്നത്. എങ്കിലും റിട്ടയർമെന്റ് ആവശ്യത്തിനായുള്ളതിനാൽ 59.5 വയസ്സിന് മുൻപ് ഇതിൽ നിന്നും പണം പിൻവലിച്ചാൽ 10% പെനാൽറ്റിയും ടാക്സും നൽകേണ്ടി വരുമെന്ന നിബന്ധന ഇവിടെയുമുണ്ട്. US-ലുള്ള മലയാളി ജീവനക്കാർക്ക് കമ്പനിയുടെ മാച്ചിങ് ഓഫർ പരമാവധി പ്രയോജനപ്പെടുത്തി വലിയൊരു സമ്പാദ്യം ഉണ്ടാക്കാനും പിന്നീട് ജോലി മാറുമ്പോഴോ നാട്ടിലേക്ക് മടങ്ങുമ്പോഴോ ഈ തുക ടാക്സ് പെനാൽറ്റി ഇല്ലാതെ മുൻപ് സൂചിപ്പിച്ച IRA അക്കൗണ്ടിലേക്ക് മാറ്റാനും അഥവാ റോൾ ഓവർ ചെയ്യാനും സാധിക്കും. അതിനാൽ തന്നെ ഇത് വളരെ ഉപകാരപ്രദമാണ്. നിങ്ങൾ 401(k) ആണോ അതോ IRA ആണോ തിരഞ്ഞെടുക്കേണ്ടത്? അതിനായി ഒരു റിപ്പോർട്ടിലെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. 2025 അവസാനത്തെ കണക്കനുസരിച്ച് അമേരിക്കയിലെ 401(k) പ്ലാനുകളിൽ മൊത്തം $10.1 ട്രില്യൺ ഉള്ളപ്പോൾ IRA അക്കൗണ്ടുകളിൽ അത് $19.2 ട്രില്യൺ ആണ്. അതായത് 401(k)യേക്കാൾ ഇരട്ടിയോളം തുക ആളുകൾ IRAകളിൽ സൂക്ഷിക്കുന്നുണ്ട്. പക്ഷെ ഇതിലേക്ക് ആളുകൾ നേരിട്ട് പണം നിക്ഷേപിക്കുകയല്ല ചെയ്യുന്നത്. കാരണം 2023 നേരിട്ടുള്ള നിക്ഷേപമായി വെറും $89 ബില്യൺ മാത്രമാണ് IRAകളിൽ എത്തിയത്. ബാക്കി തുക മുഴുവൻ ആളുകൾ ജോലി മാറുമ്പോഴോ റിട്ടയർ ആകുമ്പോഴോ തങ്ങളുടെ 401(k)യിൽ നിന്നും ടാക്സ് ഇല്ലാതെ മാറ്റിയ റോൾ ഓവറുകൾ വഴിയാണ് വന്നത്. 2023 മാത്രം 60 ലക്ഷത്തോളം ആളുകൾ ചേർന്ന $682 ബില്യൺ ആണ് ഇങ്ങനെ IRAയിലേക്ക് മാറ്റിയത്.
വരും വർഷങ്ങളിൽ ഇത് ഇനിയും കൂടുമെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് 2 ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ ഫ്ലെക്സിബിലിറ്റിയും ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനുകളുമാണ് ആവശ്യമെങ്കിൽ, നിങ്ങൾ ജോലി മാറാൻ സാധ്യതയുള്ള ആളോ അല്ലെങ്കിൽ ഭാവിയിൽ ഇന്ത്യയിലേക്ക് മടങ്ങാൻ പ്ലാൻ ചെയ്യുന്ന ഒരു അമേരിക്കൻ മലയാളിയോ ആണെങ്കിൽ IRA ആയിരിക്കും കൂടുതൽ സൗകര്യം. കാരണം പല കമ്പനികളും 401(k)യിൽ നിന്ന് ആവശ്യമുള്ളപ്പോൾ പെട്ടെന്ന് പണം പിൻവലിക്കാൻ അനുവദിക്കാറില്ല. എന്നാൽ IRAയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ കൂടുതൽ ഫ്ലെക്സിബിലിറ്റിയും ഒപ്പം സ്റ്റോക്കുകളിലും മ്യൂച്വൽ ഫണ്ടുകളും നിക്ഷേപിക്കാൻ വലിയ സ്വാതന്ത്ര്യം ലഭിക്കും. അതല്ല, നിങ്ങൾക്ക് കുറഞ്ഞ ചിലവും നിയമപരമായ പരിരക്ഷയും വേണമെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ 401(k) പ്ലാനിൽ തന്നെ പണം നിലനിർത്തുന്നതാണ് നല്ലത്. കാരണം വലിയ കമ്പനികളുടെ 401(k) പ്ലാനുകളിൽ വളരെ കുറഞ്ഞ ചിലവിലാണ് ഇൻവെസ്റ്റ്മെന്റ് സേവനങ്ങൾ ലഭിക്കുന്നത്. കൂടാതെ കമ്പനികൾക്ക് ജീവനക്കാരുടെ താൽപ്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കാനുള്ള നിയമപരമായ ബാധ്യത ഉള്ളതിനാൽ 401(k)യിൽ നിങ്ങളുടെ പണത്തിന് നിയമപരിരക്ഷ കൂടുതലായിരിക്കും. ചുരുക്കത്തിൽ, കമ്മീഷൻ മാത്രം ലക്ഷ്യം വെച്ച് വരുന്ന ചില സാമ്പത്തിക ഏജന്റുമാരുടെ വാക്ക് കേട്ട് ഒന്നും ആലോചിക്കാതെ 401(k) പണം IRAയിലേക്ക് മാറ്റരുത്. കാരണം ഒരിക്കൽ മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് തിരികെ 401(k)യിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. നിങ്ങളുടെ കമ്പനി തരുന്ന ഫീസുകളും നിക്ഷേപ സ്വാതന്ത്ര്യവും പുറത്തുനിന്ന് ലഭിക്കുന്നതുമായി കൃത്യമായി താരതമ്യം ചെയ്തതിനു ശേഷം മാത്രം മികച്ചൊരെണ്ണം തിരഞ്ഞെടുക്കുക.